പി.വി. അൻവർ നിലമ്പൂർ എം.എൽ.എ സ്ഥാനം രാജിവെച്ച ദിവസം, വെറുതെ രാജിവെക്കുക മാത്രമല്ല ഇത്, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് UDF സ്ഥാനാർത്ഥി VS ജോയി ആയിരിക്കണം എന്നൊരു അഭിപ്രായം കൂടി പുള്ളി പാസ്സാക്കി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കരുത്, VS ജോയി ആയിരിക്കണം നിലമ്പൂരിൻ്റെ അടുത്ത MLA എന്ന് അദ്ദേഹം വെറും ഒരു ആഗ്രഹ പ്രകടനമല്ല, ഏതാണ്ട് ശക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു വച്ചു. അതിന് പുള്ളി പല കാരണങ്ങളും പറഞ്ഞു. ഒന്ന്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സാമാന്യം ശക്തമായിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ, ഒരു കുടിയേറ്റ മേഖലയാണ്. ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരുന്നത് ഏത് നിലയ്ക്കും ഉചിതമായിരിക്കും എന്നാണ് അൻവറിൻ്റെ അഭിപ്രായം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഷൗക്കത്തിനെ അവിടെ മത്സരിപ്പിക്കാൻ പുള്ളി സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. അതെന്തുവാട്ടെ, ആ വിഷയം ഇപ്പോഴും ഇങ്ങനെ നേറിപ്പോഞ്ഞ് നിൽക്കുകയാണ്. അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇത് പറഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ചർച്ചയിൽ ഞാനുണ്ട്. PG സുരേഷ് കുമാറാണ് ചർച്ച നടത്തിയത്. പിന്നെ MES പ്രസിഡന്റ് നമ്മുടെ ഫസൽ ഗഫൂർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറയുണ്ട്. അപ്പോൾ ഈ അൻവറിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മലപ്പുറം ജില്ലയിൽ കുടിയേറ്റ മേഖലകളുണ്ട്, വണ്ടൂർ, നിലമ്പൂർ ആ മേഖലകളിലൊക്കെ കിഴക്കൻ ഭാഗങ്ങളിൽ കുടിയേറ്റക്കാരുണ്ട്. അതിൽ നല്ലൊരു ഭാഗം ക്രൈസ്തവരാണ്. ആ വിഭാഗത്തിൽ നിന്ന് ഇതുവരെ മലപ്പുറം ജില്ലയിൽ ഒരു MLA ഉണ്ടായിട്ടില്ല. ഞാൻ മറ്റു ഉദാഹരണങ്ങൾ പറഞ്ഞു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി, അതുപോലെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കണ്ണൂർ ജില്ലയിലെ പേരാവൂർ, ഇരിക്കൂർ മുതലായ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, അതായത് കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനികളിൽ നിന്ന് MLA-മാരുണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരാളുണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. ഇത് എയറിൽ പോയതിൻ്റെ അടുത്ത സെക്കൻഡിൽ വലിയ ഒരു പ്രചരണം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടു. അവർ പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ വേണ്ടി വർഗീയമായ ഒരു പ്രചരണം നടത്തി എന്നാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് അമുസ്ലിം MLA-മാരേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ചില ഇരപ്പാളികൾ പറഞ്ഞു. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം മലപ്പുറം ജില്ലയിൽ നിന്ന് MP അംഗാരൻ പണ്ട് തന്നെ നിലമ്പൂരത്ത് ജയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. C ഹരിദാസ് നിലമ്പൂരത്ത് ജയിച്ചിട്ടുണ്ട്. MP അംഗാരൻ പൊന്നാനിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. K ശ്രീധരൻ സഖാവ് പൊന്നാനിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. PT മോഹനകൃഷ്ണൻ പൊന്നാനിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പിന്നെ ശശികുമാർ പെരിന്തൽമണ്ണയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഹിന്ദു MLA-മാരുണ്ട്. ഞാൻ പറഞ്ഞത് കുടിയേറ്റക്കാരായ ക്രൈസ്തവരായും മലപ്പുറത്ത് നിന്ന് ഇതുവരെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് മലപ്പുറത്തിൻ്റെ ഒരു പരാധീനതയായിട്ട് പറഞ്ഞതല്ല. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ പ്രബലരാണ്, അവർക്ക് ഒരു വോട്ട് ബാങ്കുണ്ട്, അവർ പ്രായമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ്. തോമസ് മാത്യു എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, അദ്ദേഹം ചുങ്കത്തറ മാർത്തോമ കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ നിലമ്പൂർ 2 തവണ മത്സരിച്ചിട്ടുള്ള ആളാണ് ആര്യാടനെതിരായിട്ട്. പക്ഷേ ആര്യാടൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായമായതുകൊണ്ട് തോമസ് മാത്യുവിനോട് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതെന്തുവാട്ടെ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ ദുർവ്യാഖ്യാനം മറ്റു രീതിയിലാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ AK ആൻ്റണി തിരൂരങ്ങാടിയിൽ ജയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഞാൻ ആ സമയത്ത് അത് ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മാത്രമല്ല, ചർച്ച നയിച്ച സുരേഷ് കുമാറോ അല്ലെങ്കിൽ പൊടിപ്പാറയോ ഫസൽ ഗഫൂറോ ആ കാര്യം ഓർത്തില്ല. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആൻ്റണി ഒരു കുടിയേറ്റക്കാരനല്ല. അദ്ദേഹം ചേർത്തലയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തിരൂരങ്ങാടിയിൽ വന്ന ആളാണ്. അദ്ദേഹം നേരത്തെ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ തിരൂരങ്ങാടിയിൽ മത്സരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ വേറൊരു വിഷയം ഉണ്ടെന്നറിയാമോ? ഈ കുർബാനയും കുമ്പസാരവും കുന്തിരിക്കവും ഇല്ലാത്ത ആൻ്റണി ആരെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് കൂടിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ക്രൈസ്തവ മത മേലധ്യക്ഷനോട് ചോദിക്കുക AK ആൻ്റണി ഏത് സമുദായക്കാരെന്ന് വെച്ചാൽ പുള്ളി നമുക്കറിയില്ല. അയാളുടെ പേര് ആൻ്റണി എന്നാണെന്നുള്ളത് ശരിയാണ്. അയാൾക്ക് കുർബാനയും കുമ്പസാരവും കുന്തിരിക്കവും ഇല്ല. അയാൾ കല്യാണം കഴിച്ചത് പള്ളിയിൽ വെച്ചല്ല, മക്കളെ 2 പേരെയും മാമോദിസം മുക്കിയിട്ടില്ല എന്നേ പറയുള്ളൂ. ഇതാണ് ആൻ്റണിയുടെ ഒരു പശ്ചാത്തലം. ആൻ്റണി യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുകൊണ്ട് തെമ്മാടിക്കുഴിയിൽ അടക്കിയെന്നാണ് ഐതിഹ്യം. എനിക്ക് ഉറപ്പില്ല, എന്നാലും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതാണ് ആൻ്റണി. ആൻ്റണിയെ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യാനിയും കൂട്ടിയിട്ടില്ല, മറ്റ് സമുദായക്കാരും കൂട്ടിയിട്ടില്ല. അതുപോട്ടെ, ഇനി ആൻ്റണി എന്തുകൊണ്ട് തിരൂരങ്ങാടിയിൽ മത്സരിച്ചു? പല ആളുകളും പറയുന്നത് മുസ്ലിം ലീഗ് ഭയങ്കര ത്യാഗം ചെയ്തു ആൻ്റണിയെ തിരൂരങ്ങാടിയിലേക്ക് ക്ഷണിച്ചു കൊടുത്തു, എന്നിട്ട് പച്ച പതാക വീശി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഏത് രാഹുൽ ഗാന്ധിയെ പിന്നീട് പ്രിയങ്ക ഗാന്ധിയൊക്കെ സ്വീകരിച്ച പോലെ. അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. AK ആൻ്റണി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 77 ആൻ്റണി ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 70-ലാണ്. 70 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആൻ്റണി സ്വന്തം നാടായ ചേർത്തലയിൽ മത്സരിച്ചു. മാർക്സിസ്റ്റ് നേതാവും സിറ്റിംഗ് MLA-യുമായി NP തണ്ടാരെ തോൽപ്പിച്ചു. ചെറിയ വ്യത്യാസത്തിലാണ് ജയിച്ചു. ഏതാണ്ട് 6.25 കൊല്ലം MLA ആയിട്ട്. കാരണം തെരഞ്ഞെടുപ്പ് നടന്നത് 77 മാർച്ചിലാണ്. അതുവരെ MLA ആയിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം KPCC പ്രസിഡൻ്റായി.
വലിയ വലിയ പദവികളിലേക്ക് ഉയർന്ന നിലയിലേക്ക് ഉയർന്നുപോയി. 77 ആൻ്റണി മത്സരിച്ചില്ല. പക്ഷേ അദ്ദേഹം കരുണാകരൻ രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി ആകേണ്ടതായിട്ട് വന്നു. മുഖ്യമന്ത്രി ആയപ്പോൾ 6 മാസത്തിനകത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത മണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം MLA ആയിരുന്ന തലേക്കുന്നിൽ ബഷീർ രാജിവെച്ച് ആൻ്റണി കഴക്കൂട്ടത്ത് മത്സരിച്ചു. മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് മത്സരിച്ച നമ്മുടെ അഡ്വക്കേറ്റ് പിരപ്പങ്കോട് ശ്രീധരൻ നായരെ തോൽപ്പിച്ച് ആൻ്റണി കഴക്കൂട്ടം കോൺഗ്രസിന് വേണ്ടി നിലനിർത്തി മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. ആൻ്റണി 1980 മത്സരിച്ചില്ല. പിന്നീട് 82 മത്സരിച്ചില്ല. ആൻ്റണി തുടർന്ന് പിന്നെ വളരെ കാലത്തേക്ക് കേരളത്തിൽ നിന്ന് ഒരു മണ്ഡലത്തിലും മത്സരിച്ചില്ല. 91 ആൻ്റണി മത്സരിച്ചില്ല. കരുണാകരൻ മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് 92 ഡിസംബറിലാണ് ബാബറി മസ്ജിദ് തകർക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം രാജ്യത്തെ എമ്പാടും കോൺഗ്രസിനെതിരെ വലിയൊരു വികാരമുണ്ടായി മുസ്ലിങ്ങളുടെ ഭാഗത്ത്. അത് കേരളത്തിലും ഉണ്ടായി. മുസ്ലിം ലീഗ് ഭരണത്തിലുള്ള സഭയാണ്. ആളുകളൊക്കെ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി. ഈ പള്ളി പൊളിച്ചത് RSSകാരാണെങ്കിലും അതിന് ഒത്താശ ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരുടെ കൂടെ യാതൊരു നാണവും ഇല്ലാതെ ഉളുപ്പില്ലാതെ മന്ത്രിസഭയിൽ തുടരുകയാണ് മുസ്ലിം ലീഗ് എന്നൊരു ആരോപണം ശക്തമായിട്ടുണ്ടായി. അത് മുസ്ലിം ലീഗിനും ചെറിയ ക്ഷീണം ചെയ്തു. ആ സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന പാർലമെൻറ്റ് അംഗവുമായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടു ലീഗുമായിട്ട് തെറ്റി ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നൊരു പാർട്ടി രൂപീകരിക്കും. അതിന് കുറച്ച് മുമ്പാണ് അബ്ദുൽ നാസർ മദനി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ PDP എന്ന പാർട്ടി ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ മലബാറിലും മുസ്ലിം സമുദായത്തിൽ ഒരു മാറ്റി ചിന്തിക്കുന്ന പ്രവണത ഉണ്ടായി. ലീഗ് ചെയ്യുന്നത് ശരിയല്ല എന്നൊരു വികാരം മുസ്ലിം ജനസാമാന്യത്തിനിടയിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒറ്റപ്പാലത്ത് പാർലമെൻറ്റ് ബൈ ഇലക്ഷൻ വരുന്നത്. നമ്മുടെ KR നാരായണൻ ഉപരാഷ്ട്രപതിയായി പോയ വേക്കൻസി മാർക്സിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് 2 തവണ മാറ്റിവെച്ചു. കരുണാകരന് നരസിംഹറാവുവിൻ്റെ മേലുള്ള സ്വാധീനം, നരസിംഹറാവുവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ശേഷൻ്റെ മേലുണ്ടായിരുന്ന സ്വാധീനം, അങ്ങനെ 2 തവണ മാറ്റിവെച്ചു. പിന്നെ എന്തെങ്കിലും നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി S. ശിവരാമൻ വലിയ ഭൂരിപക്ഷത്തിൽ 1,00,000-നേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പാണക്കാട് ശിഹാബ് തങ്ങൾ 100-ലധികം വേദികളിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് കണക്ക്. എന്നിട്ട് പോലും മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. മുസ്ലിം വോട്ടുകൾ വ്യാപകമായിട്ട് LDFിലേക്ക് പോയി എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയത്. പിന്നെ ലീഗുകാർ പിടിച്ചു നിന്നു. കാരണം കുന്നംകുളം വടക്കാഞ്ചേരി പോലെ ചേലക്കര പോലെയുള്ള പ്രദേശങ്ങളിലും ശിവരാമൻ തന്നെയാണല്ലോ ലീഡ് ചെയ്തത്. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ശിവരാമനാണ് ലീഡ് ചെയ്തത്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് അത്ര പ്രധാനമല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അതെന്തുമാട്ടെ, പക്ഷേ ഇത് ഒരു വലിയ സൂചനയായിരുന്നു. കാരണം മുസ്ലിങ്ങൾ UDFിൽ നിന്ന് ലീഗിൽ നിന്ന് അകലുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ച കാര്യം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ചപ്പോൾ 2 MLAമാർ അവരുടെ MLA സ്ഥാനം രാജിവെച്ച്, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകവും എന്നാണ് MLA സ്ഥാനം രാജിവെച്ച് ഈ സേട്ടുവിൻ്റെ കൂടെ ചേർന്നു, ഇന്ത്യൻ നാഷണൽ ലീഗിൽ ചേർന്നു. അതിൽ ഒരാൾ PM അബൂബക്കറായിരുന്നു. അബൂബക്കർ അന്ന് ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന MLA ആണ്. അബൂബക്കർ രാജിവെച്ച ഒഴിവിൽ ഗുരുവായൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി. നമ്മുടെ അബ്ദുൾ സമദ് സമദാനി ആയിരുന്നു ലീഗിൻ്റെ സ്ഥാനാർത്ഥി. LDFിൻ്റെ സ്ഥാനാർത്ഥി സിനിമാ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദായിരുന്നു. കുഞ്ഞുമുഹമ്മദ് അന്ന് മഗ്രീബ് എന്നുള്ള സിനിമയൊക്കെ സംവിധാനം ചെയ്ത് വലിയ പ്രസിദ്ധരായിട്ട് നിൽക്കുന്ന സമയം. മത്സരം വളരെ ശക്തമായിരുന്നു. നേർക്ക് നേർ പോരാട്ടത്തിൽ അവിടെ PDPയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. PDP സ്ഥാനാർത്ഥി ശക്തനായിരുന്നു. അബ്ദുൽ നാസർ മദനി മുക്കിലും മൂലയിലൊക്കെ നടന്ന് പ്രസംഗിച്ചു. അങ്ങനെ PDPയുടെ സ്ഥാനാർത്ഥി സാമാന്യമായിട്ട് വോട്ട് പിടിച്ചു. അഡ്വക്കേറ്റ് ഹസൻ എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ത്രികോണ മത്സരത്തിൽ കുഞ്ഞുമുഹമ്മദ് ജയിച്ചു, സമദാനി തോറ്റു. അപ്പോൾ ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ ലീഗിന് വലിയ ക്ഷീണമായി. ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് പോയി. ഇതിൻ്റെ പുറകെയാണ് ഈ അബൂബക്കർ രാജിവെച്ചതിൻ്റെ പുറകെയാണ് തിരൂരങ്ങാടി MLA ആയിരുന്ന മുൻ മന്ത്രി UA ബീരാൻ MLA സ്ഥാനം രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ ലീഗിൽ ചേർന്നു. ബീരാൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അതുകൂടി അവസാനിച്ചു എന്നുവേണമെങ്കിൽ പറയാം. അബൂബക്കറിൻ്റെ അവസാനിച്ചു. അങ്ങനെ ബീരാൻ രാജിവെച്ച് തിരൂരങ്ങാടി സീറ്റ് വേക്കൻ്റായിട്ട് കിടക്കുന്ന സമയത്താണ് 1995 നേതൃമാറ്റം ഉണ്ടാകുന്നത്. കരുണാകരൻ MLA സ്ഥാനം രാജിവെക്കും, കേന്ദ്രമന്ത്രിയായിട്ട് വടക്കോട്ട് പോകും. മറിച്ച് AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ട് വരും. അപ്പോൾ ഏതാണ്ട് കഴക്കൂട്ടത്തെ അവസ്ഥ തന്നെയാണ്. ആൻ്റണിക്ക് മത്സരിക്കണം.
മത്സരിക്കാതെ നിവൃത്തിയില്ല. കാരണം മുഖ്യമന്ത്രിയായിട്ട് തുടരണമെങ്കിൽ 6 മാസത്തിനകത്ത് നിയമസഭാ അംഗമാണ്. എവിടെ മത്സരിക്കും? തലേക്കുന്നിൽ ബഷീറിനെ രാജിവെപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MLA രാജിവെപ്പിച്ച് മത്സരിക്കാൻ പറ്റിയ സാഹചര്യം വന്നില്ല. പല കാരണങ്ങളും കൊണ്ടില്ല. ഒന്ന്, ആൻ്റണിക്ക് തിരുവിതാംകൂർ ഭാഗത്ത് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു മണ്ഡലത്തിൽ ഉറപ്പിച്ച് നമുക്ക് മത്സരിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം കരുണാകരൻ കാല് വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പാർട്ടി പ്രവർത്തകരിൽ നല്ലൊരു ഭാഗം കരുണാകരനെ പിന്തുണയാണ്. രണ്ടാമത് SNDP ആൻ്റണിക്കെതിരാണ്. മൂന്നാമത് NSS ഭയങ്കര എതിരാണ്. മുന്നണിക്ക് അകത്ത് തന്നെയുള്ള പല ആളുകളും അകത്ത് കത്തി പുറത്ത് പത്തി എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ തിരുവിതാംകൂർ ഭാഗത്ത് അല്ലെങ്കിൽ തിരുക്കൊച്ചി ഭാഗത്ത് മത്സരിക്കുക കുറച്ച് ദുഷ്കരമാണ്. മലബാറിലാണെങ്കിൽ കോൺഗ്രസിന് അത്ര ഉറപ്പുള്ള മണ്ഡലങ്ങളും കുറവാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിക്കണമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒറ്റപ്പാലം തോറ്റു, ഗുരുവായൂർ തോറ്റു, തിരൂരങ്ങാടി കൂടി തോറ്റാൽ സംഗതി വലിയ കഷ്ടത്തിലാവും. അപ്പോഴത്തേക്ക് സേട്ടുവിൻ്റെ പാർട്ടിയും ശക്തിപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ തിരൂരങ്ങാടിയിൽ നിർത്തുന്നുണ്ട്. PDP സ്ഥാനാർത്ഥിയും തിരൂരങ്ങാടിയിൽ നിൽക്കുന്നുണ്ട്. CPIയുടെ സീറ്റാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പഴയ വൈസ് ചാൻസലർ NA കരീം സാറാണ് മത്സരിക്കുന്നത്. അതിൽ CPI സ്ഥാനാർത്ഥിയല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരൂരങ്ങാടിയിൽ ആൻ്റണിയെ നിർത്താനായിട്ട് ലീഗുകാർ ആലോചിച്ച് തീരുമാനിച്ചു. ആൻ്റണിക്ക് സമാധാനമായി. കാരണം തിരൂരങ്ങാടി ഒരു ഉറച്ച UDF സീറ്റാണ്, മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിട്ടാണെന്ന് അറിയപ്പെടുന്നത്. അവിടെ ആ മണ്ഡലം ഉണ്ടായ കാലം തൊട്ട് ലീഗുകാർ മാത്രമേ ജയിച്ചുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് മത്സരിക്കാം. ആൻ്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ചു. ആൻ്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആൻ്റണി അവിടെ മത്സരിക്കാനിടയായത്. ഇതാണ്, അല്ലാണ്ട് ലീഗിൻ്റെ ത്യാഗമൊന്നും വരുന്നില്ല. ലീഗിന് അവിടെ മത്സരിച്ചാൽ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും എന്നൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം PDPയും അതുപോലെ ഇന്ത്യൻ നാഷണൽ ലീഗും വളരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ ചെറിയൊരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു. ആൻ്റണിക്കാണെങ്കിൽ തിരുവിതാംകൂറിൽ മത്സരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമില്ല. അപ്പോൾ രണ്ടുപേർക്കും സൗകര്യപ്രദം എന്ന രീതിയിലാണ് ആൻ്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ച് ജയിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 96 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പത്രക്കാരൻ ആൻ്റണിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി എവിടെ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ വീട് ചേർത്തലയാണ്. അങ്ങനെ ആൻ്റണി ചേർത്തലയിൽ മത്സരിച്ചു. സിറ്റിംഗ് MLA CK ചന്ദ്രപ്പനായിരുന്നു. ചന്ദ്രപ്പനെ തോപ്പിച്ചു. ആൻ്റണി നിയമസഭയിൽ തിരിച്ചെത്തി. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ടാണ് തിരിച്ചെത്തിയത്. കാരണം ഭൂരിപക്ഷം കിട്ടിയത് LDFന്. അപ്പോൾ ഇതാണ് ആൻ്റണി മത്സരിച്ച ചരിത്രം. അല്ലാതെ അതിൽ ത്യാഗമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ആൻ്റണി മത്സരിച്ചു, ആൻ്റണി ജയിച്ചു. പക്ഷേ അതുകൊണ്ട് വേറെ ചെറിയ അബദ്ധം പറ്റി. അന്നു മുതൽക്ക് ആൻ്റണിയുടെ കഴുത്ത് ലീഗുകാരുടെ കക്ഷത്തിലായി പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ചരട് കെട്ടി എന്ന് പറയാൻ പറ്റില്ല. ചരട് കെട്ടാതെ തന്നെ ലീഗുകാർ പുള്ളിയെ ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് പറഞ്ഞില്ല, ചാടിക്കളിപ്പിക്കുകയാണ് ചെയ്തത്. അത് പുള്ളി രണ്ടാമത് മുഖ്യമന്ത്രി ആയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആൻ്റണിയുടെ ആത്യന്തികമായ പതനത്തിലേക്ക് നയിച്ച ഒരു സംഭവവും ഒരു സാഹചര്യവും അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.